പലരും ടിൻ ഷീറ്റ് എന്ന് പറയുമെങ്കിലും അവർ വാങ്ങിക്കുന്നത് PPG GA ഷീറ്റ് എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഗാൽവാലി ആയിപ്പോ ഗാൽവാലിയാണ് വരുന്നത് ഇപ്പം. 2 ലെയർ ഉണക്കി ഇടുന്നുണ്ട് ഇപ്പോൾ. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് നമ്മുടെ ഓല മേഞ്ഞ വീടുകൾ മാറി? UPVC ഷീറ്റ് ചൂടില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു സത്യസന്ധമായ കമൻ്റാണ്. അപ്പോൾ അടുത്ത വിഷയം എന്താ? അടുത്ത വിഷയം റൂഫ് പറയാം. തറ പറഞ്ഞു, റൂഫിലേക്ക് പോവാം, മുകളിലോട്ട് പോവാം. യെസ്, റൂഫിങ്ങിൻ്റെ എങ്ങനെയാണ്? നമ്മുടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കോൺക്രീറ്റ് റൂഫ്. ഓക്കെ, ഇപ്പം കോൺക്രീറ്റ് റൂഫിൻ്റെ മുകളിൽ ഒരു റൂഫ് ചെയ്തിട്ട് അതെ, സ്ട്രക്ചറൊക്കെ ചെയ്ത് യെസ്, ഓടിടണം. എല്ലാവർക്കും ഓടിട്ട് 2 ലെയർ ഉണക്കി ഇടുന്നുണ്ട് ഇപ്പോൾ. മറ്റേ പൂവോട് താഴെ. അതെ, അത് അങ്ങനെയുള്ളൊരു കോൺക്രീറ്റ് ചെയ്യാറില്ല. അതെ, ആ ഓട് മാത്രം താഴെ കാണുന്ന രീതി. താഴെ കാണുന്ന രീതിയിൽ. പക്ഷേ നല്ല രസമാണ്, നല്ല സ്ട്രക്ചറാണ്. പക്ഷേ കോസ്റ്റ് വൈസ് അത് കുറവൊന്നുമില്ല. അത് രണ്ട് ഓട്, ഒരു പൂവോട് താഴെയും വരും. പൂവോടെന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പോലെ ആ മോഡൽ, അതുകൊണ്ടാണ് ഈ പൂവോടെന്ന് പറയുന്നത്. വേറൊന്നുമല്ല, സാധാരണ നമ്മുടെ ക്ലേ തന്നെയാണ് മെറ്റീരിയൽ. അതിൻ്റെ മുകളിൽ നാടനോടോ അല്ലാത്ത ഏതെങ്കിലും ചെയ്യുന്നു. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അപ്പോൾ തുടങ്ങിയാട്ടെ. കോൺക്രീറ്റ് റൂഫ് അല്ലെങ്കിൽ അത് 2 രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. ഫ്ലാറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സ്ലോപ്പായിട്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ കോൺക്രീറ്റ് റൂഫ് സ്ലോപ്പ് ചെയ്യുന്നത് ഒരു പരാജയം തന്നെയാണ്. ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം അത് ഇപ്പോൾ അതിൻ്റെ ഒരു മിക്സർ ക്വാളിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര വെള്ളം വേണം, ആ ഒരു ഓർഡർ അതിനകത്ത് നിലനിർത്താൻ പറ്റില്ല. കാരണം ഭയങ്കരമായിട്ട് സ്ലോപ്പിൽ കിടക്കുന്നതുകൊണ്ട് അത് പോവും, ഒലിച്ചു പോകും. അതുകൊണ്ട് ഒരു അതിനകത്ത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ്, കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചറിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് സ്ലോപ്പ് പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഓട് വെക്കുന്നത്. പക്ഷേ ഇപ്പം പ്രോപ്പറായിട്ടുള്ള ഓടിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അതും പ്രശ്നമാണ്. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ സെറാമിക് ഓടൊക്കെ വന്നത്. സെറാമിക് ഓട് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റും, വേരിയേഷനായി. പിന്നെ മാത്രമല്ല, അന്ന് ഓട് ചെയ്തുകൊണ്ടിരുന്നത് ഈ സിമെന്റിൽ, ചെറിയ ഓട് സിമെന്റിൽ തന്നെ അവർ പെർലിങ് അടിച്ചിട്ട്, അതെ, കോൺക്രീറ്റിൽ തന്നെ പെർലിങ് അടിച്ച് അതിൽ വെച്ച് പോകുമായിരുന്നു. അത് പിന്നീട് വന്നിട്ട് അത് സ്റ്റീൽ സ്ട്രക്ചറിലോട്ട് കൊണ്ടുവന്ന് അതിൽ വെക്കാൻ തുടങ്ങി. സ്റ്റീൽ സ്ട്രക്ചർ അതിൻ്റെ മേളിൽ ചെയ്തിട്ട് വെക്കാൻ തുടങ്ങി. ഇപ്പോൾ പക്ഷെ എല്ലാവരും ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു, അങ്ങനെ സ്ലോപ്പ് പ്രൂഫുകൾ ചെയ്യുന്നവർ കുറവല്ലേ? കുറവാണ്, ഭയങ്കരമായിട്ട് കുറഞ്ഞു. ചെയ്യുന്നവർ മൊത്തം നോർമൽ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കാര്യം അതെന്ന് വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ, ഒന്ന് എലവേഷനിൽ അത് കൊണ്ടുവരാൻ പറ്റി, അതൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കിയെടുക്കാം. നല്ലൊരു സ്പേസ് ആക്കി ഒളിച്ചിരിക്കുക. അതെ, സാധനങ്ങളെല്ലാം കൊണ്ട് എന്ത് സാധനം അവിടെ കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റും, ആരും അറിയത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ആ ഏരിയക്ക്, ഒരു അറ്റിക് ഏരിയ കറക്റ്റായിട്ട് പറഞ്ഞാൽ പഴയ മച്ച്. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് വീട്ടിൽ പോയപ്പോൾ അതിനകത്ത് വാട്ടർ ടാങ്കൊക്കെ വെച്ചേക്കുന്നു. വാട്ടർ ടാങ്കൊക്കെ വെച്ച് സെറ്റായിട്ട് ഭയങ്കര കുറച്ച് അവരുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഏരിയ കൊണ്ടുവന്ന് ഭയങ്കര വേറെ എങ്ങും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ ഒതുക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊരിക്കലും അത് പ്ലാൻ ചെയ്യണം പ്രോപ്പറായിട്ട്. ഇത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വേണമെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോയാലേ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള പൈപ്പിങ് കാര്യങ്ങളെല്ലാം പോകണം. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും, ഇലക്ട്രോണിക്സ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും, ഓട്ടോമേഷനൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സൊക്കെ അവിടെ കൊണ്ടുവരണമെങ്കിലും പ്രോപ്പറായിട്ട് വയറിങ് ചെയ്ത് പോയേ പറ്റൂ. അപ്പോൾ പ്ലാൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, വെറുതെ ഡംപ് ചെയ്യാന്നേ ഉള്ളൂ. അല്ല, നമുക്ക് പ്രോപ്പർ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ പറയുന്ന യൂട്ടിലിറ്റി സ്പേസിൽ തന്നെ നമ്മുടെ എന്താ പറയുക തിയേറ്ററിലെ ഹോം തിയേറ്റർ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഉണ്ട്, ശരിയാ. ആ യൂട്ടിലിറ്റി ഏരിയ അങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത്, നല്ല മികച്ച ഹോം തിയേറ്റർ. ഒരുപക്ഷെ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ആ ഏരിയ അത്രയും സ്പേഷ്യസ് അല്ലാതെ ഇത്ര മികച്ച സ്പേഷ്യസ് ആയിട്ട് ഹോം തിയേറ്റർ ചെയ്തവരുണ്ട്. പ്ലാൻ ചെയ്താൽ ചെയ്യാൻ പറ്റൂലേ, നല്ല രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ കാർപ്പറ്റ് ഏരിയയുടെ അത്രയും തന്നെ കാണും ഈ മേൽഭാഗം. ഏതാണ്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ്, 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ അതിൽ ഏതാണ്ട് 1500 പരം സ്ക്വയർ ഫീറ്റ് മേളിൽ നമുക്ക് കിട്ടുക ചെയ്യുന്നത്. അത്ര ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ റൂഫിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് ഈ പറഞ്ഞ യൂട്ടിലിറ്റി ഏരിയ ഒക്കെ എടുക്കാനായിട്ടുള്ള റൂഫിങ് തന്നെയാണ്. അതെ, കൂടുതലും കോൺക്രീറ്റ് റൂഫ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് റൂഫിൻ്റെ ഇപ്പോൾ കണ്ടംപററി ഡിസൈൻ ആയപ്പോഴത്തേക്ക് ഫ്ലാറ്റ് റൂഫാണ് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഫ്ലാറ്റ് റൂഫിനൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് നാളെ സ്ലോപ്പിലോട്ട് ആക്കിയെടുക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം.
എപ്പോഴാണെങ്കിൽ നമുക്കൊരു കൺവേർട്ടബിൾ സിസ്റ്റമായിട്ട് അതിന് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് മെറ്റീരിയൽ ഏത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടോ ഏത് റൂഫിങ്ങിൽ? നമ്മൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് റൂഫ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നോർമൽ ട്രസ് റൂഫ് ചെയ്യാം. അതെ, നോർമൽ അതായത് കോൺക്രീറ്റ് ഒന്നുമില്ല. നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂഫായിരിക്കും. അത് നമുക്ക് പല മെറ്റീരിയൽ യൂസ് ചെയ്യാൻ, അത് ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ നമുക്ക് GA പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ഓടിരിക്കാം, GA ഷീറ്റ് അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ് കൊണ്ടുവരാം. അത് കോസ്റ്റ് വൈസ് എത്രത്തോളം ഒരു കുറവ് വരുത്തുമെന്ന കാര്യത്തിൽ സംശയമാണ്. ഷീറ്റിൽ വരുമ്പോൾ എന്തായാലും റേറ്റ് വേരിയേഷൻ ഉണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര കൂടിയത് ഇതിൽ ഷീറ്റിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ക്ലേ ഓടില്ലേ, ആ ഓടിന് ഒന്ന് ക്ലേ വരുന്നത് പുറത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്ലേ ഓടിൻ്റെ വില കൂടി, സെറാമിക് ഓടിനും വില കൂടി. അത് വരുന്നത് ചൈനയിൽ നിന്നാണ്, അതിന് വില കൂടിയിട്ടുണ്ട്. ഷീറ്റിൽ അലൂമിനിയം ഷീറ്റ് ഭയങ്കരമായിട്ട് കൂടി. മറ്റതിന് രണ്ടിനും അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, റേറ്റ് വേരിയേഷൻ വന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്ന നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷീറ്റുകളിൽ ഒന്ന് കിട്ടുന്ന പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ടിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്നിപ്പോൾ ടിൻ ഷീറ്റ് ഇല്ല. ഇപ്പോൾ വരുന്നത് മറ്റേ പ്രിന്റർ ഗാൽവാലിയൻ ഷീറ്റായി. അപ്പോൾ PPGL ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും ടിൻ ഷീറ്റ് എന്ന് പറയുമെങ്കിലും അവർ വാങ്ങിക്കുന്നത് PPGL. അതിന്റെ ഗുണം പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്ന ചാൻസ് ഭയങ്കര കുറഞ്ഞു. അതെ, ക്വാളിറ്റി കൂടിയിട്ടേ ഉള്ളൂ അതിനകത്തല്ല. പിന്നെ ഇപ്പം ലോക്കലി ഇപ്പം ഷീറ്റ് വന്നിട്ട് അത് ഇപ്പം റോള് വന്നിട്ട് അത് പഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരായി. കാരണം അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷർമെന്റ് എന്താണ് അതനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഒരുപാട് പാറ്റേൺസ് ആയി, ഇഷ്ടംപോലെ പാറ്റേൺ ഉണ്ട്. പിന്നെ ഡിസൈൻസ് ഇഷ്ടംപോലെ ഉണ്ട്, കളർ ഓപ്ഷൻ ഒരുപാടുണ്ട്. ഇപ്പം ഇത് റൂഫിങ്ങിന് മാത്രമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഇപ്പം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ വാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്കിപ്പോൾ ഓടാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓട് കാണുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. അതിന് മേളിൽ നമുക്ക് താഴെ കുറച്ച് പിന്നെ പറഞ്ഞാൽ 2 ഓടുകൾ ചെയ്യുന്ന രീതിയുണ്ട്. അതെ. ഇനി അതല്ല, ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്കത് കാണുന്ന അത്ര ഭംഗി സുഖകരമായിരിക്കും. കോസ്റ്റ് കുറച്ച് കാണിച്ചതാണോ എന്നൊരു സാധനം ഉണ്ടാവും. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സീലിംഗ് പലരും ചെയ്തു പോകുന്നതും ചെയ്തു പോകാത്തവരുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഇതിൻ്റെ കാര്യത്തിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലൂമിനിയം ഷീറ്റ് നമ്മൾ പറഞ്ഞു, അലൂമിനിയം ഷീറ്റിൻ്റെ റേറ്റ് നമ്മുടെ മറ്റേ ഷീറ്റുമായിട്ട് നോക്കി കഴിഞ്ഞാൽ 3 ഇരട്ടിയാണ്. ഭയങ്കര കൂടുതലാണ്, ഭയങ്കര വേരിയേഷൻ വന്നു. 20 രൂപയ്ക്ക് നമ്മൾ ടിൻ ഷീറ്റ് കൊടുത്തുകൊണ്ടിരുന്ന PPGL 23-നും 30-നും കൊടുക്കുന്നത് അലൂമിനിയം ഇപ്പോൾ 75 രൂപ 76 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ GSM-ലുള്ള വേരിയേഷൻ, അതിൽ തന്നെ അലൂമിനിയം ഷീറ്റ് കട്ടി കുറവാണ്. അത് മേടിച്ച് കഴിഞ്ഞാൽ വല്ല ഹൈറൈസ്ഡ് ബിൽഡിംഗ് ആണ്, വിൻഡ് ഇഷ്യൂസ് ഉള്ള സ്ഥലത്താണ് ഇത് കീറിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നമ്മളതിനെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചോദിക്കുന്ന ക്വാളിറ്റിയാണ് എപ്പോഴും അവർ തരിക. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കടലോര പ്രദേശങ്ങളിൽ അലൂമിനിയം ചെയ്യുന്ന ആ ഒരു സേഫ്റ്റി ഒരിക്കലും നമ്മുടെ പ്രിന്റഡ് ഷീറ്റുകളിൽ അല്ലെ GA ഷീറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആവില്ല, GL ഷീറ്റുകളിൽ അവൈലബിൾ ആവില്ല. കടലോര പ്രദേശങ്ങളിൽ അത് തന്നെയാണ് നല്ലത്, ഏറ്റവും നല്ലത്. കാരണം അലുമിനിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ വർഷം കഴിയുമ്പോൾ നമ്മളൊരു 10-20 വർഷം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പോലും ഇതിന് നല്ല വില കിട്ടും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. റീസെയിൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ്, ഇൻവെസ്റ്റ് ചെയ്ത കാശോടെ കിടപ്പുണ്ടാവും, കറക്റ്റായിട്ട് കിട്ടും. അത് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ മെറ്റീരിയൽ ചിലപ്പോൾ റൂഫിംഗ് ആയതുകൊണ്ട് മെറ്റീരിയലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ മാംഗ്ലൂരോട്, പിന്നെ നമ്മുടെ സെറാമിക് ഓട്, പിന്നെ അതുപോലെ നമ്മുടെ എസ്പാന സീരീസുകൾ വന്നിരുന്ന കോൺക്രീറ്റ് ഓടുകൾ അതിപ്പോൾ ഇല്ല, കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ഓടുകൾ ഇപ്പോൾ നിന്നുപോയി. പിന്നെ ഇപ്പം നമ്മളിവിടെ നാനോ സെറാമിക് റൂഫ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള UPVC ഓടുകൾ വന്നു ഒരു കാലഘട്ടം. പിന്നെ അത് കൂടാതെ സ്റ്റോൺ കോട്ടൺ റൂഫ് ടൈൽ ഇപ്പോൾ ഭയങ്കര ഷീറ്റിനകത്ത് തന്നെ GA അല്ല, അത് വരുന്നതും ഈ പറഞ്ഞ അലൂസിങ്ക മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂ അവർ ഗ്യാരണ്ടി പറയാനായിട്ടുള്ള റീസൺ. ഉള്ള ആലൂസിങ്ക് പ്ലസ് ഗ്രാന്യൂൾസ് ടോപ്പിൽ വരുന്നത്, അതായത് നമ്മുടെ ഷിംഗിൾസിൻ്റെ ഗ്രാന്യൂൾസ് ടോപ്പിലിട്ടുണ്ട്. പലരും ഇതിനെ ഷിംഗിൾസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷിംഗിൾസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഷിംഗിൾസിൻ്റെ ഗ്രാന്യൂൾസ് മാത്രം അതിൻ്റെ മണ്ടയ്ക്ക് വരുന്നത്. ശരിക്കും ഷിംഗിൾസ് ശരിക്കും ടാർഫെൽറ്റ് ആണ്. ഇതിലങ്ങനെ ഒരു ടാർഫെൽറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ബേസ് മെറ്റീരിയൽ അത്ര സ്ട്രോങ് ആണ്. ശരിക്കും ഷിംഗിൾസിൻ്റെ ബേസ് മെറ്റീരിയൽ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. ഷിംഗിൾസ് നല്ല മെറ്റീരിയലാണ്, പക്ഷെ നമുക്ക് ഇവിടത്തെ ക്ലൈമറ്റിൽ അത് പ്രശ്നമുണ്ട്. അത് അത്രേ ഉള്ളൂ. പുറത്തൊക്കെ വളരെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. യെസ്, അവിടുത്തെ ചൂടല്ല നമ്മുടെ ഇവിടുത്തെ കാര്യം. നമുക്കിവിടെ എന്തുകൊണ്ടാണ് ഗൾഫിൽ ഷിംഗിൾസ് ഇല്ലാത്തത് എന്ന് ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ ഏറെക്കുറെ
അതായി. ചൂട് സമയമാകുമ്പോൾ അത് തന്നെയായി. ഇപ്പം മഴയും ചൂടും ഭയങ്കരമായിട്ട് പോയിക്കൊണ്ട് ഭയങ്കരമായിട്ട് വേരിയേഷൻ, മാനേജബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഓടി യൂസ് ചെയ്യുന്ന ഷീറ്റ് യൂസ് ചെയ്യുന്നത് തമ്മിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഷീറ്റിലോട്ട് വരുമ്പോഴത്തേക്കുള്ള സൗണ്ടും കാര്യങ്ങളും ഓടിലൊന്നും ഉണ്ടാവില്ല. സിംഗിൾസിൽ നല്ല ഷീറ്റിൽ ധക സൗണ്ടാണ്. പക്ഷേ ഇപ്പോൾ അതിന് സൗണ്ട് ഫ്യൂസർ മെറ്റീരിയൽ നമ്മുടെ സാൻഡ്വിച്ച് പാനൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതും കോസ്റ്റ് നല്ല കൂടുതൽ, ഒരിക്കലും ലോ കോസ്റ്റ് മെറ്റീരിയൽ അല്ല, നല്ല റേറ്റ് ഉണ്ട്. അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതെ. പിന്നെ ഉള്ളത് UPVC ഷീറ്റുകൾ വന്നു ഭയങ്കരമായിട്ട്, UPVC ഷീറ്റുകൾ. പക്ഷേ ഞാൻ പറയട്ടെ, UPVC ഷീറ്റുകൾ സ്റ്റേബിൾ അല്ല ഇവിടെ. അതിൻ്റെ 2 റീസൺസാണ്. UPVC ഷീറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ 2 അഷുറൻസ്, ഒന്ന് കളറും, രണ്ടാമത്തത് ചൂടുമായിരുന്നു. പക്ഷേ UPVC ഷീറ്റുകൾ പോകെ അവിടെയാണ് UPVC ഷീറ്റുകളുടെ വലിയ ഡ്രോബാക്ക്. ഉപയോഗിക്കുക ഈ സാധനം, ഇതിൻ്റെ മേളിലുള്ളൊരു കോട്ടിംഗ് ഉണ്ട്, ഈ സാധനം വിടും, അത് കഴിഞ്ഞാൽ പിന്നെ ചൂട് താഴേക്ക് കിട്ടും. അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദീപുചാനല്ലേ, ദീപുചാൻ്റെ കാർ ഷെഡിൽ കയറി നോക്കിയാൽ മതി, അറിയാൻ പറ്റും, നല്ല ചൂടാണ്. UPVC ഷീറ്റ് ചൂടില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു സത്യസന്ധമായ കമൻ്റാണ്. അല്ല, അതിന് ചൂടുണ്ട്. 2, ഇതിനൊരു വലിയ ഗുണം എന്താണെന്ന് തോന്നിയിട്ടുള്ളത്, ഇതിന് സൗണ്ട് വലിയ കാര്യമായിട്ടില്ല. തിക്നെസ് ഉണ്ട്, സൗണ്ട് നമ്മുടെ ഒരു തടിയേലൊക്കെ വീഴുന്ന പോലെ ഒരു സൗണ്ടുള്ളൂ. മറ്റതുപോലെ പാട്ട കൂട്ടുന്ന സൗണ്ടൊന്നും ഇതിനില്ല. സൗണ്ട് ഡിഫ്യൂസ് ചെയ്യും, ഹീറ്റ് ഡിഫ്യൂസ് ചെയ്യില്ല UPVC ഷീറ്റുകൾ. എൻ്റെ ഗ്യാരൻറ്റിയും അവർ പറഞ്ഞതിന് പ്രകാരമുള്ള കാര്യം, UPVC ഷീറ്റുകൾ 100% വന്നുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം, ശരിക്കും അതൊരു PVC ഇൻവെൻറ്റഡ് പ്രൊഡക്റ്റ് ആണല്ലോ. അതുകൊണ്ട് അതിനൊരു സ്റ്റെബിലിറ്റി ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. കുറേ കാലമായി ഇവിടെ ഇറങ്ങിയിട്ട് ഇതുവരെ സ്റ്റേബിൾ ആവാത്ത ഒരു പ്രൊഡക്റ്റാണ് UPVC ഷീറ്റുകൾ. പക്ഷേ ഉപയോഗിക്കാനായിട്ട് പല ആൾക്കാർ ഇന്ന് യൂസ് ചെയ്യാൻ പരീക്ഷിക്കുന്ന ബാക്കിയുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്ത് കിട്ടിയാലും പരീക്ഷിക്കും. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യും, അത് യൂസ് ചെയ്ത് നോക്കും. അതിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിക്കും. പിന്നെ അതിന് റേറ്റ് വലിയ കാര്യമായിട്ടില്ല, 50-52 രൂപയേ റേറ്റ് ഉള്ളൂ. അതിന് ഈ പറഞ്ഞ പോലെ വലിയ മാരക റേറ്റ് ഒന്നും ആ പ്രൊഡക്റ്റിനില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇനി ഏതാ റൂഫിനെ കുറിച്ച് നമുക്കൊന്ന് ആധികാരികമായിട്ട് പലത് പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് മെറ്റീരിയൽസ് ആയി. ഇതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യും. ഇപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് റൂഫിങ് ചെയ്യുന്നത് എപ്പോഴും കോൺക്രീറ്റ് തന്നെയാണ്. കോൺക്രീറ്റിന് ആ ഒരു കോസ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഓൾമോസ്റ്റ് അലുമിനിയം ഒഴിച്ച് ബാക്കി എല്ലാം അതിൻ്റെ താഴെ നിൽക്കും. സാൻഡ്വിച്ച് പാനൽ അതിൽ കൂടിയിരിക്കും. സാൻഡ്വിച്ച് പാനൽ എനിക്ക് തോന്നുന്നു 150 മേളിലാണ്, 150 ആ പ്രൈസേക്ക് വരുന്നിടം വരെ. കാര്യം 2 GL ഷീറ്റും നടുക്കാണ് PU വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അതിന് പകരം ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നേ, നമ്മൾ ഹീറ്റ് റിഫ്ലക്റ്റിംഗ് ഷീറ്റ് താഴെ പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ ജിമ്മിലൊക്കെ ഇട്ടിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര അത്രയും അതിൻ്റെ ഫീൽ ഇതിന് കിട്ടില്ല. ഇല്ല, എന്നാലും ബഡ്ജറ്റ് വൈസിൽ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. കാര്യം അതിന് തന്നെ ഇതിന്റെ പകുതിയുടെ താഴെ വില വരുന്നുള്ളൂ. ഒരു ഷീറ്റും പിന്നെ താഴെയുള്ള മെറ്റീരിയൽ നമുക്ക് പല തിക്നെസ്സിൽ കിട്ടും. 25 തിക്നെസ്സിൽ എടുത്താൽ പോലും ഇതിന്റെ പകുതി താഴെ വരുന്നുള്ളൂ. 25 mm തിക്നെസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ടും ഇല്ലാതാക്കും, നല്ല രീതിയിൽ ചൂടും കുറയ്ക്കും. അതാണ് അതിന്റെ ഒരു വലിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ക്ലീൻ ആയിട്ടാണ് ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് തന്നെ ഇടുന്നത്. നല്ല യൂസാണ്, ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരുന്നത്. പിന്നെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാംഗ്ലൂർ ടൈലൊക്കെ ഇപ്പോൾ വന്നിട്ട് ഒരു ടൈലിന് ഇപ്പം 40 രൂപ 42 രൂപ വരെയൊക്കെ വന്നു. മാംഗ്ലൂർ ഓടുകൾ, സെറാമിക് ഓടുകൾ പണ്ട് 50 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് 80 ഇപ്പോൾ വീണ്ടും കൂടി. ബ്രാൻഡഡ് ആയിട്ട് വരുമ്പോൾ അതിലും കൂടി. പിന്നെ ഇതിൻ്റെയൊക്കെ സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ മാറ്റാം. കോൺക്രീറ്റ് വരുമ്പോൾ മിനിമം ഒരു ടൈം എടുക്കും, അതിനകത്ത് ഒരു സംശയമില്ല. ഇനി കോൺക്രീറ്റ് മാറി നമ്മൾ ഒരു സ്ട്രക്ചർ ചെയ്ത് അതിനകത്ത് ഓടോ അല്ലെങ്കിൽ ഷീറ്റോ ആണെങ്കിൽ അതിനകത്തൊരു വരും. ഓടാണെങ്കിൽ എനിക്ക് ഒന്ന് ലിമിറ്റഡ് ടൈം എടുക്കും, അതിനേക്കാൾ ടൈം കുറവാണ് ഷീറ്റ് ചെയ്യാനാണെങ്കിൽ. ഷീറ്റ് ഭയങ്കര ഫാസ്റ്റാണ്, കാര്യം പെട്ടെന്ന് തീരും. പിന്നെ മാത്രമല്ല ഷീറ്റ് സൈസുകൾ ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് സൈസായി. പണ്ട് 8 അടിയിൽ നിന്ന് അത് നേരെ 12 വന്നു, 16 വന്നു, 22 വന്നു, 24 വന്നു. ഇപ്പം നമുക്ക് 30 വേണമെന്ന് പറഞ്ഞാൽ 30 അവർക്ക് എടുത്തു തരാം. കാര്യം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പാലായിലുണ്ട് ജജ റൂഫിങ്, അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന. അപ്പോൾ ഇപ്പോൾ സാൻജോസിനോട് പറയണം, സാൻജോസ് നാളെ എനിക്ക് 30 അടിയിൽ തരണം എന്ന് പറഞ്ഞാൽ സാൻജോസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് തരും. അതിനുള്ള അതൊരു പ്രശ്നമില്ലാതായി, കാരണം വേസ്റ്റ് ഇല്ല.
കംപ്ലീറ്റ്ലി നമുക്ക് കൊണ്ടുവരുന്ന സാധനം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെഷീനിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് എഡ്ജിൽ തുരുമ്പ് വരത്തില്ല, ഒന്നും വരത്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാർ പോർച്ച് തയ്യാറാക്കുക. കാർ പോർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാറ് മര്യാദ കയറി കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 24 അടി പോട്ടെ, 26 അടി വേണമെന്ന് കൂട്ടിക്കും. 5 മീറ്റർ വേണം. 5 മീറ്റർ നീളം കൂടി ഏതോ വഴിക്ക് പോവുക. അതെ. അപ്പോൾ 26 അടി സ്റ്റേബിളായിട്ട് നേരെ ഇട്ട് കഴിഞ്ഞാൽ 26 അടി ഉള്ള അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഷീറ്റ് 26 അടി ഇപ്പോൾ കിട്ടും. അതായി എന്നുള്ളത്. അപ്പോൾ അവിടെ മാത്രമല്ല, എത്ര നീളത്തിൽ വേണമെങ്കിലും ഈ സാധനം മുറിക്കാം. ട്രാൻസ്പോർട്ടേഷൻ മാത്രം നോക്കിയാൽ മതി. വണ്ടി ഏത് രീതിയിലുള്ള ലിമിറ്റ് ഉണ്ട്. ഇത്ര നീളം നമ്മുടെ അല്ലെങ്കിൽ വല്ല ട്രെയിലറൊക്കെ വിളിക്കും. 26 അടി എന്ന് പറയുമ്പോൾ ആലോചിച്ചേക്കാം എവിടെ നിന്ന് ഇവിടം വരച്ചത്. പ്രാക്ടിക്കാലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, അവിടെയാണ് നമ്മൾ 18 അടി പ്ലസ് 12 അടി എന്നുള്ള കോൺസെപ്റ്റിലോട്ടൊക്കെ പോകാനായിട്ടുള്ള റീസൺ, ആൾക്കാരത് യൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ. സ്പീഡ് വൈസ് ഏറ്റവും എളുപ്പം ഷീറ്റ് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി ഷിംഗിൾസ് എന്ത് ഉപയോഗിച്ചാലും ബേസ് ഇത് തന്നെയാണ്, ഷീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനകത്തുള്ള ബേസ്. കോൺക്രീറ്റ് മാറി ഏത് പ്രോഡക്റ്റിലേക്ക് പോയാലും അല്ലേ? തീർച്ചയായും ഏത് പ്രോഡക്റ്റിലേക്ക് പോയാലും സ്പീഡിനകത്ത് വലിയ ചേഞ്ചസ് ഇല്ല. ഇനി പറയാനുള്ള ഡ്യൂറബിലിറ്റിയാണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒന്നാണ് നമ്മുടെ നാടനോട്. നമ്മൾ നാടൻ്റെ ആ ഒരു ലൂപ്പിൽ എപ്പോഴും പെട്ട് കിടക്കും. ആലോചിച്ചാൽ മതി, ശരിയല്ലേ? നമ്മൾ നൊസ്റ്റാൾജിയ പറയും, നാടൻ പറയും, നിങ്ങൾ തടി പറയുന്നത് പോലെ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതുകൊണ്ടെന്ത് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടനോട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിടന്ന് പൊട്ടിക്കോളും. അത് എവറംകുരി പൊട്ടുന്നത് പോലെ പൊട്ടും. മഴയിൽ ഇവൻ വെള്ളം വലിക്കും, വെയിലത്ത് ഇവൻ വിടരും. ആ വിടരുന്ന ഇവനൊക്കെ വിടർന്ന് പൊട്ടും. ആ ഒരു ഫീലാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. എന്തോ ഫീല്, ഈ വെള്ളം താഴേക്ക് ഒഴുകി കിടക്കുന്നത് എന്തോ ഫീല്. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ സീലിംഗ് ഇടും. ഈ സീലിങ്ങിലോട്ട് വെള്ളം ഇറങ്ങും. ഏത് ജിപ്സം സീലിങ്ങാണ്. എന്നിട്ട് ആ ജിപ്സം സീലിംഗ് തകരും. അതുവരെ നമ്മൾ കാത്തിരിക്കും. സോ നിങ്ങൾ നാടനോട് പഴമയെ പുൽകി ജീവിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായം കേട്ടോ, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാമല്ലോ. എൻ്റെ അഭിപ്രായം കാര്യം, നാടനോട് ഒരിക്കലും നമുക്ക് എന്താ പറയുക, നാടനോട് നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ ഓല മേഞ്ഞ വീടുകൾ മാറി ഓലമേഞ്ഞ വീടുകൾ മാറി നാടൻ ഓടിലേക്ക് പോയി. പിന്നെ ഓടിന്റെ ഇടയ്ക്ക് ഓല വെച്ച് തുടങ്ങി. കാരണം ഇടയ്ക്കൂടെ വെള്ളം വരുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും അതിന് ബെസ്റ്റ് പ്രൊഡക്റ്റ് വന്നപ്പോഴാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടായത്. കോൺക്രീറ്റ് വന്നപ്പോഴാണ് കറക്റ്റ് പറഞ്ഞാൽ ഈ ഓട് മാറിയത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആയിരുന്നു ഓട്. തീർച്ചയായും. ഇപ്പൊ പഴയ ഓടുകൾ ഇപ്പൊ എടുത്ത് ഒന്നീ കോൺക്രീറ്റിന്റെ പുറത്തും അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. കാരണം അത് ചില ബിൽഡിങ്ങിന് ആ ഒരു ഫീൽ വേണം. ആ സമയത്ത് അത് തീർച്ചയായിട്ടും ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡ്യൂറബിലിറ്റിക്ക് എനിക്ക് പലപ്പോഴും ഇപ്പം നമ്മുടെ നോർമലി ഉള്ള ഓടിനേക്കാളും ബഡ്ജറ്റൂടെ ഒന്ന് നോക്കി കണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക്കോട് കുറച്ചുകൂടെ ഡ്യൂറബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വീണാലേ പൊട്ടും, അല്ലാതെ വലിയ ഡാമേജ് വരും. അല്ലാതെ വെള്ളം വലിച്ചിട്ടുള്ള കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് അതിന് നന്നേ കുറവാണ്. അങ്ങനെ രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ UPVC ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഏത് നാനോ സെറാമിക് ഒരു വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ലോങ് ടൈമിൽ തോന്നിയിട്ടില്ല. മീൻസ് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കഴിയും. ഞാൻ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റീസൺ വൈ ഈ പ്രോഡക്റ്റ് UPVC ആണ്. ഇതിൻ്റെ പല സൈസിൽ അവസാനം അവർ 2.5 സ്ക്വയർ ഫീറ്റ് വരെ ഇറക്കി. എവിടെയാണത് പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനെ ലോക്ക് ചെയ്താണ് പോകുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് സ്ക്രൂ ചെയ്താണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് ആണെന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് പാടാവും. പിന്നെ അന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതും, അന്ന് സോഷ്യൽ മീഡിയ ചെയ്തവരുടെ അടുത്തും പറഞ്ഞ് ഇവരുടെ മാനുഫാക്ചറിങ് ആണ്, അത് നുണയായിരുന്നു. ഇത് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചു, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ. പക്ഷെ ആ ഒരു നോർമലായിട്ടുള്ളൊരു ഓണസ്റ്റ് സാധനം അവർ പറഞ്ഞില്ല. ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നോണ്ട് പറയുന്നുണ്ട്, എന്താ തെറ്റ്? പലരും പല രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമെന്ന് തോന്നുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാണ്, ഇത് ചൈനീസ് ഡോറാണ്, ഇവൻ ചൈന ഡോറാണ് വിൽക്കുന്നത്. ബ്രദർ, ഇത് ചൈന ഡോറാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ടാറ്റ പ്രവേശ് അല്ലാതെ ഒരു എന്താ പറയുക ഹിൻഡോറിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ 3, 4, 5 എണ്ണേ ഉള്ളൂ ഇന്ത്യൻ പ്രൊഡക്റ്റായിട്ട് ഇവിടെ. ബാക്കി എല്ലാം ചൈനയാണ്. കേരളത്തിൽ വിൽക്കുന്ന സ്റ്റീൽ ഡോറുകളിൽ 100 എണ്ണത്തിൽ വിൽക്കുന്ന 60 ഡോറും ചൈന ഡോറാണ്, സംശയമൊന്നുമില്ല. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാൽ ചൈന ഡോറുകളെ കുറിച്ച് അറിയുന്നതുകൊണ്ട് പറയുന്നത്, ചൈന ഡോറിൽ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? ചൈന ഡോറിൻ്റെ കംപ്ലയിൻറ്റ് ബേസിക്കലി വരുന്നത് ഡോറിൻ്റെ ലോക്കിലാണ് കംപ്ലയിൻറ്റ് വരിക. ലോക്ക് ഇന്ത്യ നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലേ? ലോക്ക് അവിടുന്ന് വരുന്ന പ്രൊഡക്റ്റാണ്, ചൈനയിൽ നിന്ന് വരുന്നതാണ്. അതിലാണ് കംപ്ലയിൻറ്റ് വരിക.
അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പല നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ് എടുക്കാതെ ഇവിടുത്തെ ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യാൻ കാരണം. കാര്യം അവരതിന് ഗ്യാരണ്ടിയാണ് കൊടുക്കുക, മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. രണ്ടാമത്തെ ഇതിൽ വരുന്ന പ്രശ്നം തുരുമ്പ് വരുന്നതിന് തന്നെ ബേസിക് റീസൺ വരുന്ന പ്രൊഡക്റ്റിലുള്ള ക്വാളിറ്റി പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കേസ്. ഏത് UPVC മെറ്റീരിയലിൻ്റെ കേസ്. പക്ഷേ അതിൽ സ്റ്റോൺ കോട്ടൺ റൂഫ് ടൈൽ എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ ബെറ്ററാ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. കാര്യം ആലൂസിങ്ക് ആണ് പ്രൊഡക്റ്റ്, സെയിം ആസ് ചൈനീസ് ആണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഡ്യൂറബിലിറ്റി ബേസ്ഡ് ഇടുവാണ്. അതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഗ്രാന്യൂൾസ് ഇതിൻ്റെ ചിലപ്പോൾ തെറിക്കാം, പക്ഷേ ഈ ഗ്രാന്യൂൾസ് നമുക്ക് വീണ്ടും അവിടെ അപ്ലൈ ചെയ്യാം. അതതിൻ്റെ ഒരു പോസിറ്റീവ് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴും എന്താണ്, ആലൂസിങ്ക് മെറ്റീരിയൽ അവിടെ ഇരിക്കുക, ബേസ് മെറ്റീരിയലുണ്ട്, പ്രശ്നമൊന്നുമില്ലാതിരിക്കും. ബേസ് മെറ്റീരിയൽ അന്നേരവും പക്കായ. അവിടെയാണ് ഷിംഗിൾസും തമ്മിൽ ശരിക്കും പറയാൻ ഭയങ്കര ചേഞ്ച് വരുന്നത്. ഷിംഗിൾസിൻ്റെ ആണെന്ന് പറയുമ്പോഴും ഷിംഗിൾസിൻ്റെ കാണുന്ന രൂപം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഗ്രാന്യൂൾസ് മാത്രമാണ്, ടാർഫെൽറ്റ് അല്ല. സോ ഇറ്റ്സ് കൂൾ ഗുഡ് എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ലുലുവിൻ്റെ പ്രൊജക്റ്റ് ഇല്ലേ, എല്ലാം ഇതാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു ഇല്ലേ ഉൾപ്പെടെ റൂഫിങ് വന്നിരിക്കുന്നത് സ്റ്റോൺ കോട്ടനാണ്, റൂഫിംഗ് ആണ്. ഡ്യൂറബിലിറ്റി വൈസിൽ കൂളായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അലുമിനിയം ഹെവി ഡ്യൂറബിൾ ആണ്, അലുമിനിയം ഹെവി കോസ്റ്റും എല്ലാം. പക്ഷേ വീണ്ടും പറയട്ടെ, നിങ്ങൾക്കൊരു 10-25 കൊല്ലം കീപ്പ് ചെയ്യണം. അലുമിനിയം നോൺ കമ്പയറബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, ഒരു ബെസ്റ്റ് ചോയ്സാണ്. അതൊരു സംശയമില്ല, ഒരു സംശയം വേണ്ട. ഇച്ചിരി മെയിൻ്റനൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റിയം. ജിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അതിൻ്റെ സ്ക്രൂസ് ഒക്കെ ഡാമേജ് വരും. മാത്രമല്ല കളർ പോവും, പെയിൻറ്റ് ഫസ്റ്റ് കളർ ഫെയ്ഡിങ് ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറയില്ല, ഇതെല്ലാം കളർ പ്രിൻറ്റഡ് ആണ്, അതാണ് പ്രീ പ്രിൻറ്റഡ് എന്ന് അവർ പറയുന്നത്. GL ഷീറ്റുകൾ എല്ലാം പ്രീ പ്രിൻറ്റഡ്. അതിപ്പോൾ JSW എടുത്തോ ടാറ്റ എടുത്തോ ഒന്നും മാറ്ററേ അല്ല, സാധനം പോകെ അതിന് പ്രശ്നം ചേഞ്ചസ് വരും. മഴയും വെയിലും എല്ലാം കൊണ്ടുവരുന്ന ചേഞ്ചസ് അതിനകത്ത് സ്വാഭാവികമാണ്. അവിടെ നമുക്ക് UPVC ഡ്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ UPVC നാനോ സെറാമിക് പറഞ്ഞതുപോലെ തന്നെയാണ് UPVC ഷീറ്റിലും എനിക്ക് പറയാനും. നമുക്ക് അടുത്തൊരു കാര്യം, നമുക്ക് കേരള ക്ലൈമറ്റിൽ ഏതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഒത്തിരി സാധനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അതെ, അതിലൊരു കറക്റ്റ് ഉത്തരം കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ സെറാമിക്കോടിൽ സംതൃപ്തനായിട്ടുള്ള ഒരാളാണ്. ബേസ് മെറ്റീരിയൽ നമ്മുടെ നോർമലി നമ്മുടെ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട്, പക്ഷേ എനിക്ക് അതിലും അഭിപ്രായമില്ല. കാര്യം നിങ്ങൾക്ക് റൂഫിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ എക്സ്പെൻസ് നമുക്ക് അതിനകത്ത് വരുത്തി വെക്കണമെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ഞാനത് റൂഫിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കോൺക്രീറ്റ് ചെയ്യില്ല. ഞാൻ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മുടെ റൂഫിങ് ചെയ്ത് പോത്തേ ഉള്ളൂ. കാര്യം ഞാൻ വിചാരിക്കുന്നത് എന്തിനെനിക്ക് ഡബിൾ എക്സ്പെൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന സ്ഥലം നമ്മുടെ ഓവർഹെഡ് ടാങ്കുകൾ വരേണ്ട സ്ഥലം മാത്രമേ ഞാൻ കോൺക്രീറ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലായിടവും റൂഫ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറ. എൻ്റെ അഭിപ്രായത്തിൽ കോൺക്രീറ്റ് ആണ് എൻ്റെ ഒരു സജഷൻ. കാരണം നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഫ്ലാറ്റ് റൂഫ്, ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലാണ് വീടെങ്കിൽ ഫ്ലാറ്റ് റൂഫ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇതിനകത്ത് എക്സ്ട്രാ കോസ്റ്റ് മുടക്കാൻ നിൽക്കരുത്. അതെ, നമുക്കൊരു ലോങ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കേരള ക്ലൈമറ്റിൽ നല്ല പോലെ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ ഫെയിലിയറോ ഒന്നും വരാത്ത. പക്ഷേ സ്ലോ പ്രൂഫ് വരുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് തീർച്ചയായിട്ടും ഫെയിലിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്ലോ പ്രൂഫ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് സ്ട്രക്ചർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോകാം. പണ്ട് നമ്മൾ ഭയങ്കര സേഫ്റ്റി കോൺഷ്യസ് ആയിരുന്നു, കള്ളം പൊളിച്ച് കയറും, അതുകൊണ്ട് കോൺക്രീറ്റ് മതി. ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ 2 ലെയർ ഇടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാരണം സേഫ്റ്റിയിൽ നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിന് നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയാണെങ്കിൽ പഴയ 4 കെട്ടുകളൊക്കെ വീട്ടിൽ വെക്കത്തില്ല ഒന്നും അല്ലേ? പഴയ 4 കെട്ടുകളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ആയിട്ട് കിടക്കുന്ന റൂഫല്ലേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു സജഷൻ. ഇപ്പോൾ ഓരോരുത്തരുടെ എന്ത് സാധനമായാലും നമ്മുടെ ഒരു വ്യക്തിപരമായ ഇഷ്ടമാണ്. തീർച്ചയായും അതിനനുസരിച്ച് ചെയ്താൽ ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജീവിക്കേണ്ട വീടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്കിത് പറയാനായിട്ടുള്ളത് അല്ലേ? വി ആർ സൈനിങ് ഓഫ്. അവസാനം